വയനാട്ടിൽ നിന്ന് അനൂപ് ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ പകലും ഇന്നലെ രാത്രിയൊക്കെ മഴ കൂടുതൽ കനത്താൽ ജില്ലയിലെ സ്ഥിതി കുറെ കൂടി കുഴപ്പമാകും, ദുഷ്കരമാകും എന്ന ഒരു പൊതു സ്ഥിതിയിൽ നിന്നിട്ട് വയനാട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അനൂപ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി വയനാട്ടിൽ മഴയുണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയായിരുന്നു വയനാട്ടിൽ പല മേഖലകളിലും ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം മുത്തങ്ങ നാഷണൽ ഹൈവേയിൽ 766 തകരപ്പാടി ഭാഗത്ത് നേരത്തെ തന്നെ മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമാണ്. അവിടെ ഏതാണ്ട് ഒരു 3 ദിവസമായി ഇടയ്ക്കിടെ വെള്ളം കയറുകയും നൂൽപ്പുഴ കരകവിയുന്നതിനെ തുടർന്ന് ആ മേഖലയിൽ ഗതാഗതം സ്തംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ രാത്രി ആവർത്തിച്ചു. അത് അല്പം രൂക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നിരവധി യാത്രികർ അവിടെ കുടുങ്ങിപ്പോയി. രാത്രിയാത്രാ നിരോധനം നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അങ്ങനെ 9 മണിക്ക് മുൻപെത്തിയ വാഹനങ്ങളാണ് മുത്തങ്ങയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ വാഹനങ്ങളാണ്. ഇത് രണ്ടിനും ഇടയ്ക്ക് കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു സങ്കീർണമായ സാഹചര്യമായിരുന്നു. 400ഓളം യാത്രക്കാർ ആ വിധത്തിൽ അവിടെ കുടുങ്ങിപ്പോയി. ഏകദേശം ഒരു 3 മണിക്കൂറെല്ലാം എടുത്താണ് അവരെ സുരക്ഷിതമായി ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളുമെല്ലാം അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചതും അവർക്ക് ഭക്ഷണം ഉൾപ്പെടെ ആ സമയത്ത് അവിടേക്ക് എത്തിക്കുകയും എല്ലാം ചെയ്തത് സുൽത്താൻ ബത്തേരി പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയായിരുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടന്നത്. അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ നൂൽപ്പുഴയിൽ നിന്ന് വെള്ളം പോകുന്നത് കർണാടകയിലെ നൂഹ് അണക്കെട്ടിലേക്കാണ്. നൂഹ് അണക്കെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം അവർ തുറന്നു വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്കുണ്ടെങ്കിലും ഒരു വെള്ളക്കെട്ടിന്റെ സാഹചര്യം ഒഴിവായി പോവുകയാണ്. പ്രധാനമായും നൂൽപ്പുഴയിൽ ശക്തമായ മഴയാണ്. വയനാട് ജില്ലയിൽ ശ്രദ്ധിക്കേണ്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ക്യാമ്പുകളൊക്കെ സജീവമാണ്. കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത് ജില്ലയിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം ഇപ്പോൾ എനിക്ക് തോന്നുന്നു വയനാട്ടിലാണ്. ആ ദൃശ്യങ്ങൾ കൂടി ചേർത്താണ് നമ്മളിപ്പോൾ കണ്ടത്. മഴയുടെ ഒരു വയനാടൻ ജില്ലാ അനുഭവം. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പ്രദേശങ്ങൾ, കൂടുതൽ മഴ ഏറ്റവും അധികം ലഭിക്കുന്നത് അതോ എവിടെയൊക്കെയാണ് അനൂപ്? വയനാട്ടിൽ ബത്തേരി താലൂക്കിലും അതോടൊപ്പം മാനന്തവാടി താലൂക്കിലുമാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. നമുക്കറിയാം വയനാട്ടിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിലെ, വൈത്തിരി പഞ്ചായത്തിലെ, മാനന്തവാടി നഗരസഭയ്ക്ക് വിവിധ പ്രദേശങ്ങളെല്ലാം ഈ തരത്തിൽ ജാഗ്രത നിലനിൽക്കുന്ന പ്രദേശമാണ്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിധത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കനത്ത ജാഗ്രത നിർദ്ദേശം ഈ മേഖലകളിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പമാണ് കബനി പുഴയുടെ സാഹചര്യം. കബനി നദി ദിവസങ്ങളായി വലിയ അപകടകരമായിട്ടുള്ള ഒരു ജലനിരപ്പിലാണ് ഒഴുകുന്നത്. കബനി നദിയിൽ നിന്ന് വെള്ളം എത്തുന്ന കർണാടകയിലെ ബീച്ചനഹള്ളി അണക്കെട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കബനിയിലും കുത്തൊഴുക്ക്, വലിയ ശക്തമായ കുത്തൊഴുക്കാണ്. ഇതിന്റെ തീരപ്രദേശങ്ങൾ കൊള്ളപ്പള്ളി മുതൽ ആ മേഖലകളിൽ കബനിയുടെ തീരപ്രദേശങ്ങളിലുള്ളവർ ഈ കബനിയിലേക്ക് ശക്തമായ നീരൊഴുക്ക് തുടരുന്നൊരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ച് മാറ്റാനുള്ള തീരുമാനമാണ് ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. വയനാട്ടിൽ 300 കുടുംബങ്ങൾ ഇതിനകം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അധികൃതർ 300 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അധികൃതർ ഇതിനകം മാറ്റിയിട്ടുണ്ട്. 1100ഓളം താമസക്കാർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് സുൽത്താൻ ബത്തേരി താലൂക്കുകളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലപ്പുഴയിലും അതോടൊപ്പം ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത, ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിലുള്ളവരെയാണ് കൂടുതലായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. മഴയിലും ഈ വിധത്തിലുള്ള ശക്തമായ കാറ്റിലുമെല്ലാം 29 വീടുകൾ ഭാഗികമായി വയനാട്ടിൽ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ കിണറുകൾ ഇടിഞ്ഞു താഴുന്ന സംഭവം, അതോടൊപ്പം മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സംഭവങ്ങളെല്ലാം നിരവധിയായി ഉണ്ടാകുന്നുണ്ട്. ഗ്രാമീണ പാതകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ദേശീയപാത 766 പോലും ഇന്നലെ വൈകിട്ട് മരം വീണ് ഗതാഗതം വെള്ളക്കെട്ടും അതോടൊപ്പം ആ മേഖലയിൽ മരം വീണ് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആ ഘട്ടത്തിൽ അധികൃതർക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുമാണല്ലേ വയനാട് ജില്ലയിലാകെ? അതെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ശക്തമായ ഒരു മുൻകരുതൽ ജനങ്ങൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഈ ഇത്തരത്തിൽ വലിയ അപകട സാധ്യതാ മേഖലകളിൽ പെയ്യുന്ന അതിശക്ത മഴയെ കണക്കിലെടുത്താണ്. ശരി, അനൂപാണ്. വയനാട് ജില്ല ഏറ്റവും അധികം ഇപ്പോൾ മഴ മൂലമുള്ള നല്ല മഴ, കനത്ത മഴ ലഭിക്കുന്ന ഒരു ജില്ല. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏറ്റവും അധികമുള്ള പ്രദേശം. ഇതെല്ലാം ആ നിലയിൽ വയനാട് കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ട്.